ഇന്നിവിടെ പറയാൻ പോകുന്നത് സുഹൃത ജീവിതം നയിച്ച വിശുദ്ധ അൽഫോൻസാമയെ പറ്റിയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ പ്രത്യേക ദാനമാണ് വിശുദ്ധ അൽഫോൻസ. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് അവൾ വരിച്ചത് വേദനയുടെയും ത്യാഗത്തിന്റെയും ദുരിത വഴികളാണ്. 1910 ഓഗസ്റ്റ് 19 കോട്ടയം ജില്ലയിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുവാടക്ക എന്ന കുടുംബത്തിൽ ജോസഫിന്റെയും മേരിയുടെയും 4ാമത്തെ പുത്രിയായി വിശുദ്ധ അൽഫോൻസ ജനിച്ചു. അന്നക്കുട്ടി എന്ന പേരാണ് അവർ മകൾക്ക് നൽകിയത്. നന്ന ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ വളർത്തിയത് പേരമ്മയും വല്യമ്മയും ചേർന്നാണ്. ആത്മീയ ജീവിതത്തിന്റെ ആദ്യ വിത്തുകൾ ശൈശവത്തിൽ തന്നെ അവളിൽ വിതയ്ക്കപ്പെട്ടു. അന്നക്കുട്ടി കർത്താവിന്റെ മണവാട്ടിയാകാൻ അതിയായി ആഗ്രഹിച്ചു. വിവാഹം ഒഴിവാക്കാനായി ഒരിക്കൽ അവൾ തന്റെ പാദങ്ങൾ ഉമ്മത്തിയിൽ പൊള്ളിക്കുക വരെ ഉണ്ടായി. ഏറെ പ്രതിസന്ധികൾക്കൊടുവിൽ 1936 ഓഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. സ്നേഹത്തിന്റെ കാസ മട്ടോളം സന്തോഷത്തോടെ കുടിക്കുവാനുള്ള കൃപ കർത്താവ് അവളിലേക്ക് കനിഞ്ഞിരുന്നു. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക, ഇത് മാത്രമാണ് അമ്മ ഇഹത്തിൽ ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്തത്. അങ്ങനെ സ്നേഹത്തിന്റെയും പരിഹാരത്തിന്റെയും ഒരു ബലിവസ്തുവായി തന്റെ ജീവിതം അമ്മ യേശുവിന് അർപ്പിച്ചു. അൽഫോൻസാമയെ പോലെ വേദനകളിൽ ദൈവത്തെ പ്രതി സന്തോഷത്തോടെ സഹിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും അങ്ങനെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.